ദിനേശ് ഒരു ഐ.ടി. കമ്പനിയിൽ ജോലി ചെയ്യുന്ന പയ്യനാണ്. അധികം ആരോടും അധികം സംസാരിക്കാത്ത ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം. ഓഫീസിലെ മീര എന്ന പെൺകുട്ടിയോട് അവന് പണ്ടേ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കാൻ പോലും അവന് പേടിയായിരുന്നു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം അവനങ്ങ് കൊണ്ടുനടന്നു. പക്ഷേ മീരയുടെ കാര്യം വേറെയാണ്. അവൾ ഓഫീസിലെ ബോസായ നിഖിലുമായി റിലേഷൻഷിപ്പിലായിരുന്നു. നിഖിൽ കല്യാണം കഴിഞ്ഞ ആളാണ്. ഭാര്യയുമായി ഡിവോഴ്സ് കേസൊക്കെ നടക്കുന്നുമുണ്ട്. ഈ സത്യമൊക്കെ മീരയ്ക്കും അറിയാമായിരുന്നു. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടുതന്നെ ദിനേശ് ഇതുവരെ അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മീരയുടെ ലാപ്ടോപ്പ് പെട്ടെന്ന് വർക്കാവാതെയായി. വേറെ വഴിയില്ലാതെ മീര സഹായത്തിനായി നേരെ ദിനേശിന്റെ അടുത്തേക്ക് വന്നു. ലാപ്ടോപ്പ് ശരിയാക്കി കൊടുക്കുന്നതിനിടയിലാണ് അവർ തമ്മിൽ ആദ്യമായി മിണ്ടുന്നതും പരിചയപ്പെടുന്നതും. ഇതിനിടയിലാണ് കമ്പനി എല്ലാവർക്കുമായി ഒരു ഓഫീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം ഗോവയിലേക്ക് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ പെട്ടെന്ന് നിഖിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഗോവ ട്രിപ്പ് ക്യാൻസലായി. അത് കേട്ടതും ഓഫീസിലെല്ലാവരുടെയും മുഖം വാടിപ്പോയി. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നിഖിൽ അടുത്ത വർത്തമാനം പറഞ്ഞു, ഗോവയ്ക്ക് പകരം നമ്മൾ ചൈനയിലേക്ക് പോകുന്നു. അത് കേട്ടതും എല്ലാവരും സന്തോഷത്തിൽ മതിമറന്നു. എന്നാൽ സത്യത്തിൽ നിഖിൽ ഈ ചൈന ട്രിപ്പ് പ്ലാൻ ചെയ്തത് മീരയ്ക്കു വേണ്ടി മാത്രമാണ്. ആകെ 5 ദിവസത്തെ ട്രിപ്പ്. അതിൽ 2 ദിവസം മീരയ്ക്കും നിഖിലിനും മാത്രമായി അവിടെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവൻ പ്ലാൻ ചെയ്തിരുന്നത്. നിഖിലിന്റെ ഈ പ്ലാൻ മീരയ്ക്കിഷ്ടപ്പെട്ടിരുന്നു.